ശ്രദ്ധേയമായ രീതിയിൽ പൊതുജനങ്ങളടക്കം ഇടപെടുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. അതിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ ഓരോ വർഷവും മാറി മാറി വരാറുണ്ട്. 2020 വന്ന പുതിയ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം, അതിൻ്റെ നടപ്പിലാക്കൽ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണിപ്പോൾ. നടപ്പിലാക്കുമ്പോഴുണ്ടാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ പല തലത്തിലും ഉയരപ്പെട്ടിട്ടുണ്ട്. 1968 ആദ്യത്തെ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയതിൻ്റെ ഒരു തുടർച്ചയായിട്ട് 1976 ഫെഡറൽ സംവിധാനത്തിലേക്ക് ഉണ്ടായിരുന്ന അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തെ 1977 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് കേന്ദ്ര ഇടപെടലിന് കൂടി സാധ്യമാകുന്ന രീതിയിലേക്ക് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടത്. ആ സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒരുപക്ഷെ നമ്മളുടെ ഈ ദക്ഷിണേന്ത്യൻ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭാഷാപരമായ പ്രശ്നമായിരുന്നു. ത്രിഭാഷാ ഫോർമുല കൊണ്ടുവന്ന സമയത്ത് ഹിന്ദി ഭാഷയായിട്ടില്ലാത്തതായിരിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ദ്വിഭാഷാ സംവിധാനം മാത്രമേ നിലനിർത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് കേന്ദ്രത്തിന് പ്രാദേശികമായ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ളതായിരിക്കുന്ന ഇടപെടൽ നടത്താൻ കഴിയുക എന്ന്, അഥവാ ഒരു ഭരണകൂട ഇടപെടൽ എങ്ങനെയാണ് അക്കാദമിക മേഖലയിൽ നടത്താൻ കഴിയുക എന്നതിൻ്റെ ഒരു അന്വേഷണം എന്ന രീതിയിലാണ് ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുവരുന്ന ആദ്യ മാറ്റമുണ്ടായത്. അത് കഴിഞ്ഞ് 1986 പോളിസി വന്നപ്പോഴും 92 അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം നടന്നപ്പോഴൊക്കെ ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി, ഈവൻ കോത്താരി കമ്മീഷൻ നമ്മളെ സ്കൂൾ എഡ്യൂക്കേഷനെയും ഹയർ എഡ്യൂക്കേഷനെയും ഏറ്റവും അധികം കൂടുതൽ മാറ്റിയ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മളുടെ ബജറ്റിൻ്റെ 6% വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കണമെന്ന് പറഞ്ഞ ആ ഘട്ടത്തിൽ പോലും ഉണ്ടാവാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ അതുവരെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്ന വിദ്യാഭ്യാസത്തിന് പകരമായി കേന്ദ്രത്തിന് തന്നെ ഒരു വിദ്യാഭ്യാസ മന്ത്രി വന്നു. അഥവാ പോളിസിയെ പെട്ടെന്ന് നടപ്പിലാക്കാനുള്ളതായിരിക്കുന്ന ഒരു നയ രൂപമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് നമുക്കപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ പാസ്സാക്കപ്പെട്ടതായിരിക്കുന്ന വികസിത് ഭാരത് രാഷ്ട്രീയ അഭിയാൻ എന്ന് പറയുന്ന പുതിയ നിയമങ്ങൾ 1953 സൃഷ്ടിക്കുകയും 56 നിയമമായി പാസ്സാക്കുകയും ചെയ്ത ഉന്നത വിദ്യാഭ്യാസ ബോഡികളിലെ പ്രധാനപ്പെട്ട UGC അടക്കം പിരിച്ചുവിട്ടുകൊണ്ട് ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയിൽ അഥവാ രാഷ്ട്രീയ അധികാരം അക്കാദമിക് മേഖലയിലേക്ക് വരാവുന്ന രീതിയിലുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത് RPSCക്ക് പരിഗണനയിൽ വിടുകയും ചെയ്ത സാഹചര്യത്തിൽ അക്കാദമികമായ അധികാരങ്ങളെ കേന്ദ്രത്തിൽ അഥവാ അത് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വഴിമാറുന്നുവോ എന്ന ചിന്തയിൽ നിന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയം, അക്കാദമിക സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ എവിടെ എന്ന ഒരു സെഷൻ പ്രസക്തമാകുന്നത്. നമ്മളിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വ്യത്യസ്ത മേഖലയിലുള്ളതായിരിക്കുന്ന ആളുകൾ തന്നെയാണ്. നേരത്തെ നിർമ്മലഗിരി കോളേജിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അജയ് കുമാർ, SCERTയുടെ ഡയറക്ടറായിട്ടുള്ളതായിരിക്കുന്ന ജയപ്രകാശ് സാർ, രാഷ്ട്രീയ മേഖലയിൽ വളരെയേറെ നല്ല ഒറേറ്ററും എഴുത്തുകാരനുമായിട്ടുള്ള KT കുഞ്ഞിക്കണ്ണൻ, സംസ്കൃത സർവകലാശാലയിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്, നമ്മുടെ കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ടെന്ന ഇപ്പോൾ ഇന്ത്യൻ നോളേജ് സിസ്റ്റത്തിൽ ഗവേഷണം നടക്കുന്ന MV നടേശൻ സാർ, ഇത്രയും ആളുകളാണ് ഇവിടെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. തീർച്ചയായും ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഡോക്ടർ KN അജയ് കുമാറിൽ നിന്ന് നമുക്ക് ഈ ഒരു ചർച്ച ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ UGC, AICTE, NCT പോലുള്ളതായിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ കേന്ദ്ര അധികാര സമിതികൾ, അക്കാഡമിക് സമിതികൾ പിരിച്ചുവിടുമ്പോഴുണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും ഒരു 9 മുതൽ 10 മിനിറ്റ് സമയം മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ഇടക്ക് ആ ഒരു സമയത്തിനുള്ളിൽ സംസാരം കൺട്രോൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറും. 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിച്ചത്. ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ, തുടക്കത്തിൽ തന്നെ നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥിതിയെ വിമർശിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ വിദ്യാഭ്യാസ പദ്ധതികളും നിലവിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളെ വിമർശന വിധേയമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വിദ്യാഭ്യാസ പദ്ധതികൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളിലൊന്നും സംതൃപ്തരല്ല. ഏത് വിദ്യാഭ്യാസ പദ്ധതികൾ മുന്നോട്ട് വെക്കുമ്പോഴും
നമുക്ക് പുതിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ്? പൊതുവെ അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും. ആ അർത്ഥത്തിൽ ഈ വിമർശനം വളരെ കൃത്യമായി മുന്നോട്ട് വെക്കുമ്പോൾ ഈ എഡ്യൂക്കേഷണൽ പോളിസിയിലൂടെ ഈ വിമർശനത്തിന് വിധേയമായ പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയും എന്നാണ് ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി അതിൻ്റെ വക്താക്കളും കരുതുന്നത്. ഒരു വശത്ത് നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ന് നിലനിൽക്കുന്ന റോട്ട് ലേണിങ്ങിനെ കുറിച്ച് പറയുകയും റോട്ട് ലേണിങ്ങിന് പകരം ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും ഉണ്ടാക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഈ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസിയിലൂടെ കഴിയും എന്ന് പറയുന്നു. മാത്രമല്ല, നമ്മൾ പക്ഷേ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന സ്ലോഗൻസാണ് NEP മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് ഉണ്ടായിരിക്കണം, ഡെമോക്രാറ്റിക് വാല്യൂസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡെമോക്രാറ്റിക് വാല്യൂസും സയൻറ്റിഫിക് ടെമ്പർമെൻറ്റും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ NEP അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സമയമില്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങളിലേക്ക് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഒന്ന്, ഇതൊരു ഗ്ലോബൽ അജണ്ടയാണ്. ഇത് ഒരിക്കൽ പറയുന്നു, ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഇന്ത്യനൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതേസമയം ഇതിൻ്റെ ടോട്ടൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഗ്ലോബൽ ക്ലാസ് കരിക്കുലം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഗ്ലോബൽ ആയിട്ട് ഇന്ന് ലോകത്ത് മുഴുവൻ മുന്നോട്ട് വെക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളാണ് ഇവിടെയും ആവിഷ്കരിക്കുന്നത്. പ്രധാനമായും ഈ ഡെവലപ്ഡ് കൺട്രീസിൽ തന്നെ ഈ വിദ്യാഭ്യാസ പദ്ധതികൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ കരുതുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ അവസ്ഥ മോശവും വിദേശ സർവകലാശാലകളിലൊക്കെ തന്നെ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ നല്ലതും ആണ് എന്ന ഒരു ചിന്തയിലാണ് പൊതുവെ പൊതുജനങ്ങളും വിദ്യാർത്ഥികളൊക്കെ ഉള്ളത്. ഇന്ന് ഗ്ലോബൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ആ വ്യവസ്ഥയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ്. പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ പറയും. ഇപ്പോൾ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും ഒക്കെ സിലബസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് പഴയ കാലത്ത് പോലെയുള്ള വാക്കുകളല്ല ഉപയോഗിക്കുക. നമ്മൾ ലേണിംഗ് ഔട്ട്കംസിനെ കുറിച്ച് പറയും. ലേണിംഗ് ഔട്ട്കംസ്, പ്രോഗ്രാം ലേണിംഗ് ഔട്ട്കംസിനെ കുറിച്ച് പറയും. അതുപോലെ തന്നെ കോഴ്സ് ലേണിംഗ് ഔട്ട്കംസിനെ കുറിച്ച് പറയും. യഥാർത്ഥത്തിൽ എന്താണ് ഈ ലേണിംഗ് ഔട്ട്കംസ്? ഈ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് മെഷറബിളാണ്, മെഷർ ചെയ്യാൻ പറ്റുന്ന ഔട്ട്കംസാണ്. നിങ്ങൾ സിലബസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോഗ്രാമിൽ ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്. ഈ ലേണിംഗ് ഔട്ട്കംസ് ഓരോന്നോരോന്ന് ഈവൻ മൊഡ്യൂൾ ബേസ് സിലബസ് ഉണ്ടാക്കുമ്പോൾ പോലും അധ്യാപകരെ നിർബന്ധിക്കുന്നു നിങ്ങൾ ഔട്ട്കംസ് ഉണ്ടാക്കണം. ആക്ച്വലി ഈ ഔട്ട്കംസ് മെഷറബിളാണ്. മെഷറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വശത്ത് ഇത് യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്ന നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ പദ്ധതികൾ മുന്നോട്ട് വെക്കേണ്ടതെന്നും ഇൻഡസ്ട്രികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ പദ്ധതികൾ മെഷറബിൾ ഔട്ട്കംസ് വേണമെന്നാണ് വിദ്യാഭ്യാസ പദ്ധതി പറയുന്നത്. നമുക്കറിയാം, ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് വ്യവസായശാലകൾ ഉണ്ടാകുന്നത്. വ്യവസായശാലകളിൽ നിന്നല്ല യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നത്. കാരണം ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ആഴത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്. ഇവിടെ തിരിച്ച് ഇൻഡസ്ട്രി പറയുകയാണ് യൂണിവേഴ്സിറ്റിയോട് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഔട്ട്കം ഉള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകണം. ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഔട്ട്കം ഉള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഔട്ട്കം ഡിഫൈൻ ചെയ്യണം, അത് മെഷറബിൾ ആയിരിക്കണം. നമുക്കറിയാം, വിദ്യാഭ്യാസ പദ്ധതികളെ പല ഔട്ട്കംസും മെഷറബിൾ അല്ല. ഒന്ന്, മെഷറബിൾ ആയിട്ട് നമുക്ക് ഓരോ പ്രോഗ്രാമിൻ്റെയും മെഷറബിൾ ആയിട്ട് ഔട്ട്കം, തീർച്ചയായിട്ടും മെഷറബിൾ ഔട്ട്കം നല്ലതാണ്, അല്ലെന്നല്ല. മറിച്ച് വിദ്യാഭ്യാസ പദ്ധതികൾക്ക് പൊതുവെ ഈ മെഷറബിൾ ഔട്ട്കം എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സമയമില്ല, 10 മിനിറ്റ് തന്നിട്ടുള്ളൂ, അതുകൊണ്ട് അടുത്ത സ്റ്റിപ്പിലേക്ക് പോകണം. 2, അൺഎംപ്ലോയബിലിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത്. അൺഎംപ്ലോയബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. പൊതുജനങ്ങൾ പൊതുവെ ഈ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ പൊതുവെ ആഗ്രഹിക്കുന്നത് സ്കിൽസ് വേണം, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സിസ്റ്റം പോലെ വേണം. കാരണം ഇവിടെ സ്കില്ലില്ലാത്തതുകൊണ്ടാണ് തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സ്കിൽ ഡെവലപ്മെൻറ്റ് ഒരു പ്രോഗ്രാമായിട്ട് കൊണ്ടുവേണം. അത് ഇപ്പം തുടങ്ങിയൊന്നുമല്ല, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഇന്ത്യൻ വിദ്യാഭ്യാസ പദ്ധതിയിൽ അത് ആവിഷ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട്, കേരളത്തിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്കില്ല് മോശം എന്നർത്ഥത്തിലല്ല, അസാപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾ വഴി സ്കിൽ ഡെവലപ്മെൻറ്റ്. പക്ഷേ ഈ സ്കില്ല് യഥാർത്ഥത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത് എന്ന ഒരു തെറ്റായ സന്ദേശം ഈ എഡ്യൂക്കേഷൻ പോളിസി നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മയ്ക്ക് കാരണം എന്താണ്? തൊഴിലില്ലായ്മയ്ക്ക് കാരണം വിദ്യാഭ്യാസ പദ്ധതികളിലെ അപര്യാപ്തതയല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് ഒരുപക്ഷെ പര്യാപ്തമായ തൊഴിൽ, ഒരുപക്ഷെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രൈവറ്റ് മേഖലകളൊക്കെ നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വേക്കൻസി വെറുതെ കിടക്കുകയാണ്, അപ്പോയിൻറ്റ് ചെയ്യാതെ, അപ്പോയിൻമെൻറ്റ് നടത്തുന്നില്ല. മാത്രവുമല്ല,
നമ്മളീ പറയുന്ന തൊഴിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗ്ലോബൽ ആയിട്ടുള്ള തൊഴിലാണെങ്കിൽ ഇത് വേറൊരു കാര്യവും കൂടി അതിൽ ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഗ്ലോബൽ ഔട്ട്സോഴ്സിങ് നടക്കുന്ന കാലമാണിത്. ഗ്ലോബൽ ഔട്ട്സോഴ്സിങ് നടക്കും. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിലെ മൾട്ടിനാഷണൽ കമ്പനികളും അതുപോലുള്ള സംഗതികളൊക്കെ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടത്ര ബ്ലൂ കോളർ വർക്കേഴ്സിനെ ചെറിയ പൈസയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഒരു വശത്ത് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള സ്കിൽസ് ഉണ്ടാകണമെന്നും, ഈ സ്കിൽസ് എന്താണ്? സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ കോൾ സെൻറ്ററിലെ തൊഴിലാളി ആയിരിക്കാം, അതല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കാം, മെഡിക്കൽ കോഡിംഗ് ആയിരിക്കാം. ഇങ്ങനെ ചെറിയ ഒരുപാട് സ്കില്ലുകളുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ അറിയാം. സ്കൂൾ എഡ്യൂക്കേഷൻ സംബന്ധിച്ചിടത്തോളം സ്കിൽ എന്ന് പറയുന്നത് കാർപ്പൻട്രിയും അതുപോലുള്ള സാധനങ്ങളാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ 6ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. എക്സിറ്റ് ചെയ്യോ അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ വൊക്കേഷണലൈസേഷൻ ആരംഭിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വൊക്കേഷണലൈസേഷൻ വഴി ഒരു വശത്ത് കുട്ടികളെ ഈ സ്ട്രീമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. വേറെ രീതിയിൽ ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോൾ നിങ്ങൾ 4 ഇയർ FA UGP തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് ഇയർ ഡിപ്ലോമ, തേർഡ് ഇയർ ഡിഗ്രി, 4 ഇയർ ഓണേഴ്സ് ഡിഗ്രി, ഇങ്ങനെ കൃത്യമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സമയത്തും നിർത്തി പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു വശത്ത് എംപ്ലോയബിലിറ്റിയുടെ കാരണം എൻ്റെ കഴിവില്ലായ്മയാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. കാരണം ഓരോ വിദ്യാർത്ഥിയും കരുതുന്നത്, ഓരോ മനുഷ്യനും കരുതുന്നത് എൻ്റെ സ്കില്ലിൻ്റെ അഭാവമാണ് എനിക്ക് തൊഴിൽ കിട്ടാത്തതിന് കാരണം. ഇത് ക്യാപിറ്റലിസത്തിൻ്റെ വളരെ കൃത്യമായുള്ള ഒരു അജണ്ടയാണ്. കാരണം ഇന്ന് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ജോബ്ലെസ് ഗ്രോത്തും തൊഴിലില്ലാത്ത സാഹചര്യങ്ങളും ലോകത്ത് നിലനിൽക്കുമ്പോൾ, ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ, സവിശേഷമായി ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈവൻ ടീച്ചിങ് പോസ്റ്റിലടക്കം ട്രാക്ക് ടെന്യൂർ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്യാതെ, ഏതെങ്കിലും തരത്തിൽ തൊഴിൽ മേഖലയിലേക്ക് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാതെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ തൊഴിലില്ലായ്മയ്ക്ക് കാരണം നിങ്ങളുടെ സ്കില്ലിൻ്റെ അപര്യാപ്തതയാണ് എന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞു പഠിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ പുതിയ സ്കില്ല് തേടി പോവുകയും ചെയ്യുന്നു. സ്കില്ല് പഠിക്കുന്നതിന് ആരും എതിരല്ല, മറിച്ച് നിങ്ങളുടെ സ്കിൽ അക്വിസിഷൻ വഴി നിങ്ങൾക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയില്ല. കാരണം ഇത് 1956 രാജീവ് ഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയിലും വൊക്കേഷണലൈസേഷൻ മുന്നോട്ട് വെക്കപ്പെട്ടു. ഈ വൊക്കേഷണലൈസേഷൻ മുന്നോട്ട് വെക്കപ്പെട്ടപ്പോൾ പോളിടെക്നിക്കലും എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ, പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ എത്ര പേരാണ് തൊഴിലില്ലാതെ നടക്കുന്നത് എന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള സ്കിൽ അക്വിസിഷൻ്റെ അഭാവമല്ല, മറിച്ച് ഡെവലപ്മെൻറ്റ്, ഒരു രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കപ്പെടുന്ന സ്ഥിതി എങ്ങനെയാണ് തൊഴിലില്ലായ്മയും അതുപോലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് എന്ന് അന്വേഷിക്കുന്നതിന് പകരം തൊഴിലില്ലായ്മയുടെ കാരണങ്ങൾ വിദ്യാഭ്യാസ പദ്ധതികളിൽ അന്വേഷിക്കുന്ന ഒരു എസ്കേപ്പിസമാണ് യഥാർത്ഥത്തിൽ ഈ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തരം കാര്യങ്ങളൊന്നും വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യങ്ങളാണ്, പക്ഷേ സംസാരിക്കാൻ കഴിയില്ല. ഏതായാലും 2 പോയിൻ്റാണ് പ്രധാനമായിട്ടും. അൺഎംപ്ലോയബിലിറ്റി ഒരിക്കലും നിങ്ങൾക്ക് വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ പരിഹരിക്കാൻ കഴിയില്ല. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയാണ്. ഈ വ്യവസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അൺഎംപ്ലോയബിലിറ്റി പരിഹരിക്കാൻ കഴിയൂ. അതിൽ നിങ്ങൾ ഒരു തരത്തിലും അന്വേഷിക്കരുത്. 2, ഈ ഔട്ട്കം എന്ന് പറയുന്നത് മാനേജീരിയൽ ഔട്ട്കം, മാർക്കറ്റ് ഓറിയൻറ്റഡ് ഔട്ട്കമാണ്. മാർക്കറ്റിൽ നടക്കുന്ന സംവിധാനങ്ങളെ എങ്ങനെ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രം അറിയേണ്ടതുണ്ട്. ബേസിക് സയൻസുകൾ, അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളെ മുഴുവൻ നിരാകരിക്കുകയും അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങൾക്ക് പകരം ടെക്നോളജി മാത്രം വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്ന് പറയുന്ന ആളുകൾ ചരിത്രം മറക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായി കാൾ സാഗൻ പറഞ്ഞതുപോലെ, നിങ്ങൾ JBS ഗാർഡൻ പറയുന്നത് ബേസിക് സയൻസ് മേക്ക് റെവല്യൂഷൻ വൈൽ അപ്ലൈഡ് സയൻസ് മേക്ക് റിഫോംസ്. ഇതുപോലെ പഴയ കാലത്ത് നടന്നിരുന്ന കണ്ടുപിടുത്തങ്ങളിലേക്ക് വെറുതെ സഞ്ചരിച്ചാൽ മതി. എന്തായിരുന്നു മൈക്കൽ ഫാരഡേ ചെയ്തത്, എന്താണ് മാക്സ്വെൽ ചെയ്തിരുന്നത്, എന്തായിരുന്നു റോൺജൻ ചെയ്തത്, എന്താണ് മാഡങ്യൂറി ചെയ്തത്, ഇവരൊന്നും തന്നെ ഏതെങ്കിലും രീതിയിൽ ടെക്നോളജിക്കൽ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയുള്ള കണ്ടുപിടുത്തം നടത്തിയതായിരുന്നില്ല. പിന്നീട് അത് ടെക്നോളജിയിലേക്കും വ്യവസായത്തിലേക്കും മാറുകയാണ് ചെയ്തത്. യൂണിവേഴ്സിറ്റികൾ വ്യവസായശാലകൾ നിർമ്മിക്കുന്നു. ഇന്ന് വ്യവസായശാലകൾ യൂണിവേഴ്സിറ്റികളോട് എന്ത് പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുന്നു. ഇത് കൃത്യമായും നിലനിൽക്കുന്ന സാധ്യതയുള്ള വിദ്യാഭ്യാസത്തെ തകർക്കുകയാണ്. മറിച്ച് ഇന്ന് നിലനിൽക്കുന്ന ഗ്ലോബൽ ക്യാപിറ്റലിസത്തിൻ്റെ അലിയായി നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളെ കൃത്യമായി മാറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഔട്ട്സോഴ്സിംഗ് അടക്കം നടത്താൻ പറ്റുന്ന സംവിധാനം ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം. അക്കാദമിക് അതിരുകളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ സമയാതിർത്തി വെക്കുന്നതിലുള്ള ഖേദം എനിക്കുമുണ്ട്.
തീർച്ചയായും ഇന്ത്യനൈസ് ചെയ്യണം എന്നാണ് NEP മുന്നോട്ട് വെക്കുന്നതെങ്കിലും ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഗ്ലോബലൈസേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പൂർണ്ണമായും അവതരിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് ഇതിനെ തുടർച്ചയായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് ഡോക്ടർ MV നടേശനായിരിക്കും. കാരണം അദ്ദേഹം ഇന്ത്യൻ നോളേജ് സിസ്റ്റവും സംസ്കൃതത്തിലും ഗവേഷണം നടത്തുകയും പ്രത്യേകിച്ച് NEP മുന്നോട്ട് വെക്കുന്ന ഇന്ത്യയിലെ 2 ഭാഷയെങ്കിലും കുട്ടികൾ പഠിച്ചിരിക്കണമെന്നും അല്ലെങ്കിൽ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഓറിയൻ്റൽ ഒരു ലാംഗ്വേജാണ് 3ാമത്തെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയും ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒന്ന് എന്ന രീതിയിലാണ് NEP അവതരിക്കപ്പെട്ടത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നടേശൻ സാറിനോട് ആവശ്യം. എല്ലാവർക്കും നമസ്കാരം. ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അതിർവരമ്പുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോൾ പറഞ്ഞവരെല്ലാവരും തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഞാനതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചില വിഷയങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ അധ്യക്ഷൻ്റെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. HRD മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനായി മാറി. എന്തുകൊണ്ട് മാറി എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഒന്ന്, മനുഷ്യൻ ഒരു വിഭവമല്ല എന്നുള്ളതാണ്. വിഭവത്തിന് ഒരിക്കലും ഒരു സ്വാതന്ത്ര്യമില്ല. മനുഷ്യനെ വിഭവമാക്കുക എന്നത് കോർപ്പറേറ്റുകളുടെ ഒരു ലക്ഷ്യമാണ്. അവിടെ ഇല്ലാത്തത് 3 കാര്യങ്ങളാണ്: ഹ്യൂമാനിറ്റി, മൊറാലിറ്റി, സ്പിരിച്വാലിറ്റി. അത് മാറുകയും മനുഷ്യൻ എന്നത് സ്വതന്ത്രമായൊരു സത്തയാണ്. ആ സത്തയ്ക്ക് വളരാനും വികസിക്കാനും ഉള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ലേണിംഗ് ടു ബി എന്ന് യുനെസ്കോ പറയുന്നത്. ഇതാണ് ഇന്ത്യൻ കൺസെപ്റ്റ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസമാണ് വേണ്ടത്, HR അല്ല വേണ്ടത്. ജനിക്കുന്ന ഓരോരുത്തരും ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ്. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മൾ ഹ്യൂമനായിട്ട് മാറണം. നമ്മൾ എന്താവരുത്? നമ്മൾ വെറും വിഭവമായിട്ട് മാറരുത്. അപ്പം ഹ്യൂമനായിട്ട് മാറണമെങ്കിൽ ഒന്നാമത്തെ വേണ്ടത്, എനിക്ക് എൻ്റെ മാതൃഭാഷയിൽ അധ്യയനം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. നിലവിൽ നമുക്കറിയാം, നമ്മുടെ മാതൃഭാഷയ്ക്ക് വളരെയധികം ലിമിറ്റേഷൻ ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. ഉദാഹരണം പറഞ്ഞാൽ, ഗവേഷണം എഴുതുന്നത് ഇംഗ്ലീഷിലല്ല എങ്കിൽ എടുത്തുകൊണ്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സ്ഥലത്ത് ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇന്ന് ഏത് മാതൃഭാഷയിലാണെങ്കിലും ഗവേഷണം പ്രബന്ധം എഴുതി കഴിഞ്ഞാൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സമീപനം കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, 1961 ഒരു സെൻസസ് പ്രകാരം നമുക്ക് 1652 ഭാഷകളുണ്ടായിരുന്നു. ഇന്ന് അതിൽ പകുതിയിലേറെ ചത്തുപോയി. ചത്തുപോകാനുള്ള കാരണം, ദുർബലന്റെ ഭാഷ വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാൻ കൊള്ളില്ല എന്ന മുൻവിധിയാണ്. അതുകൊണ്ട് ആദിഭാഷ മുതൽ ആദിവാസികളുടെ ഭാഷ വരെയുള്ള എല്ലാ ഭാഷയ്ക്കും പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ഒരു ശുപാർശയാണ് ഭാരതീയ ഭാഷകളെ സ്ട്രെങ്തൻ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഭാരതീയ ഭാഷാ സമിതി എന്ന് പറയുന്ന ഒരു സമിതി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 25 വർഷമായി ലിംഗ്വിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ഞാൻ പഠിപ്പിച്ചത് നമ്മൾ ദക്ഷിണേന്ത്യക്കാരും ഉത്തരേന്ത്യക്കാരും തമ്മിൽ ഒരു ബന്ധമില്ല, നമ്മൾ 4 കുടുംബത്തിൽപ്പെട്ടതാണ് എന്ന തെറ്റായ കാഴ്ചപ്പാടാണ് വിളമ്പിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യൻ ലിറ്ററേച്ചർ, though written in different language, its spirit is one and the same. തമിഴനും ഗുജറാത്തിയും അതുപോലെ തന്നെ എവിടെയുള്ള ആളുകളാണെങ്കിലും പറയുന്ന ഭാഷ വ്യത്യാസമായിരിക്കും, പക്ഷെ സ്പിരിറ്റ് ഒന്നാണ്. അപ്പം ആ നിലയിൽ എൻ്റെ മാതൃഭാഷയിലൂടെ ആശയം പ്രകടിപ്പിക്കാനും പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അതിന് അതിർവരമ്പുകളില്ല എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഇത് എഴുതണമെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാത്തവൻ പ്രത്യേകിച്ച് ദേശീയ തലത്തിലുള്ള എക്സാമിനേഷന് പുറത്താണ്. ഇന്ന് 16 ഇന്ത്യൻ ഭാഷകളിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ശുപാർശയുടെ പോസിറ്റീവ് സൈഡാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അംഗനവാടി വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസത്തിന് പുറത്താണ്.
ആ അംഗനവാടി വിദ്യാഭ്യാസത്തിൻ്റെ ഭൗതിക സാഹചര്യവും അവിടുത്തെ എന്താ പറയുക അംഗനവാടി വർക്കേഴ്സ് അനുഭവിക്കുന്ന ദുരിതങ്ങളും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. കാരണം ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദീർഘകാലമായി എന്താ പറയുക നമ്മുടെ മനുഷ്യ അവകാശത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിലെ നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ സ്വാഭാവികമായും മെച്ചപ്പെട്ടതാകും. അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽപ്പേഴ്സും അതുപോലെ തന്നെ വർക്കേഴ്സും അവരുടെ സാലറിയെക്കുറിച്ചൊക്കെ അവരുടെ സമരത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതെല്ലാം മെച്ചപ്പെട്ടതാവണമെന്ന നിർദ്ദേശം ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പ്രധാനം എന്നുള്ളത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളതാണ്. NEP 2020 കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ 2026 നമ്മൾ കടന്നപ്പോഴും കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും ഇന്നും ഇതിൽ ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ നടപ്പിലാക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വിയോജിക്കുമ്പോൾ പോലും മറ്റ് യൂണിയൻ ടെറിട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളും അടക്കം 32 സംസ്ഥാനങ്ങൾ ഒപ്പിടുകയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ഈ പദ്ധതിയിൽ ന്യൂനതകളുണ്ട് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷെ ആ ന്യൂനതകൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഓരോ വർഷം അത് സംബന്ധിച്ചുള്ളതായ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പുനഃക്രമീകരിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇത് NEP 2020 ആണെങ്കിൽ പോലും ഇതിൻ്റെ ആദ്യം വന്നത് NEP 2019 ആയിരുന്നു. കൊറോണ വന്ന പശ്ചാത്തലത്തിലാണ് അത് പിന്നീട് മാറിയത്. അതിലന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇതിൻ്റെ നയം രൂപീകരിക്കുകയും ഇത് സംബന്ധിച്ച് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ആരൊക്കെയാണെന്ന് നിശ്ചയിക്കുകയും അവരുടെ ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നതും എല്ലാം തയ്യാറാക്കുന്നത് NCERT ആണ്. NCERT അത് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതത് സംസ്ഥാനങ്ങളിലെ SCERT ആണ്, സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, SCERT ആണ് ഇതിനെ ബാക്കി കാര്യങ്ങൾ അതത് സംസ്ഥാനങ്ങളിൽ ചെയ്യേണ്ടത്. ആ സംസ്ഥാനങ്ങൾക്ക് എന്തൊക്കെയാണ് എന്ന് പറയുന്ന വിത്ത് ഡോക്യുമെൻ്റ് ആണ് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് SCERTക്ക് മാത്രമല്ല, ഓരോ ജില്ലയ്ക്കുമുണ്ട് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ കമ്മീഷൻ. ആ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ കമ്മീഷനും അതുപോലെ തന്നെ സ്കൂൾ ഡെവലപ്മെൻറ്റ് കമ്മീഷൻ തുടങ്ങിയതായ ഓരോ തലങ്ങളുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായത്തിന് ഇവിടെ സ്പേസ് കൊടുക്കുന്നു എന്നത് നമുക്ക് പോസിറ്റീവായിട്ട് കാണേണ്ട സംഗതിയാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പോലും NEP എന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും നടപ്പിലാക്കാത്ത ഒന്നാണ് എന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചത് എഴുതി വെച്ച സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഘടനയിലും സമീപനത്തിലുമുള്ള വളരെ പ്രത്യേക വ്യത്യാസങ്ങളുണ്ട്. ആ ഘടനയുടെ വ്യത്യാസങ്ങളിൽ ഒന്ന്, ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 വർഷത്തെ കോഴ്സാണ് FIUG എന്ന് പറയുന്ന സംഭവം. അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. കേരളം ഇത് നടപ്പിലാക്കിയിട്ടില്ല. പക്ഷെ കേരളത്തിലെ 4 ഇയർ തുടങ്ങിയിട്ടുണ്ട്. കേരള സർവകലാശാല, MG സർവകലാശാല, അതോടൊപ്പം മറ്റെല്ലാ സർവകലാശാലയും തുടങ്ങിയിട്ടുണ്ട്. NEPയുടെ നിർദ്ദേശപ്രകാരം അല്ല, ശ്യാം ബി മേനോൻ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് യഥാർത്ഥത്തിൽ NEPയുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ പേര് പറയാതെ നമ്മളിപ്പോഴും നടപ്പിലാക്കിയിട്ടുണ്ട്, കേരളം നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ രംഗങ്ങളിലും നമ്മളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നാം ചെയ്യേണ്ട കാര്യം ഇതിനെ തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതിൽ ചർച്ച ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഇരിക്കുന്നവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല, വരുന്ന തലമുറയോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, PM ശ്രീ സ്കൂൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണെന്നറിയാം. ഈ സ്കൂള് എന്തിനാണെന്ന് ചോദിച്ചാൽ,
നാം നടപ്പിലാക്കാൻ പോകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരീക്ഷണശാലയാണ്. കോഴിക്കോട് ജില്ലയിലെ മോഡൽ സ്കൂൾ എന്ന് പറയുന്ന, പഴയ കാലത്ത് നമുക്ക് മോഡൽ സ്കൂളുകളുണ്ടായിരുന്നു, അതുപോലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂൾ, ആ സ്കൂളിൻ്റേതായ എല്ലാ സാമ്പത്തികമായ കാര്യങ്ങളും മറ്റും അവിടെ നിന്ന് തരുമ്പോൾ ഇത് നടപ്പാക്കാനുള്ള ബാധ്യത നമുക്കാണ്. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് IKS എന്നുള്ളത്. ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ നോളജാണ് കേരളത്തിൻ്റെ നോളജ്, കേരളത്തിൻ്റെ നോളജാണ് ഇന്ത്യയുടെ നോളജ് എന്ന് പറഞ്ഞാൽ. ആദിവാസിയുടെ വിജ്ഞാനത്തിന് ഇന്ന് യാതൊരു സ്പേസുമില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൽ. പക്ഷേ ആ വിജ്ഞാനം നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാറണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ ഇന്ത്യൻ നോളജും യൂറോസെൻട്രിക് നോളജും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ ഫിലോസഫിയും യൂറോപ്യൻ ഫിലോസഫിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ സൈക്കോളജിയും യൂറോപ്യൻ സൈക്കോളജിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ സാധാരണ പറയാറുണ്ട്. അതായത് ഫിലോസഫി, സൈക്കോളജി, ഈസ്തറ്റിക്സ്, ലാംഗ്വേജ്, മാനേജ്മെൻറ്റ്, സോഷ്യോളജി തുടങ്ങിയതെല്ലാം തന്നെ എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൽ ഊന്നിയതായിരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റത് പറഞ്ഞിട്ടില്ല. വിത്ത് ഡോക്യുമെന്റ് പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പോൾ ഈ നോളജ് കോഴിക്കോടുകാരനായ എൻ്റെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാവണം, എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. പക്ഷെ അത് തുറന്ന രീതിയിൽ അതിനെ സമീപിക്കും. ഒരു മിനിറ്റ് കൂടി അല്ലേ? ഓക്കെ പ്ലീസ്. യെസ്. അപ്പൊ ആ നിലയിൽ മാതൃഭാഷ ഇതിലുള്ള പ്രാധാന്യം, തൊഴിലധിഷ്ഠിതനെ കുറിച്ച് പറഞ്ഞു, ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല. നടപ്പിലാക്കാനും നടപ്പിലാക്കാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ ഇതടക്കമുള്ളതായ അംഗനവാടി വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകളിൽ നമുക്ക് ലഭിക്കുന്നതായ സംഭവങ്ങൾ, ഇതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയും ഇവിടെ പറഞ്ഞ എല്ലാ വിമർശനങ്ങളെയും വിമർശനമായിട്ട് മുന്നോട്ട് വെച്ച് ആ വിമർശനത്തെ നമ്മൾ എന്താ പറയുക, അത് കറക്റ്റ് ചെയ്യേണ്ട ഇടങ്ങളിൽ കറക്റ്റ് ചെയ്യണം. ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇത് 2020 ജൂലൈ 29 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി ഓഗസ്റ്റ് മാസത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച് ആധികാരികമായി രേഖ സെപ്റ്റംബർ മാസത്തിൽ 106 ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു ചോദ്യാവലി എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുത്തിരുന്നു. ഇതിനെന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇതിനെന്ത് സ്റ്റെപ്പാണ് എന്നതിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് പോയത് ക്രിയേറ്റീവ് ആയിരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല, നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും ചില ചോദ്യങ്ങൾ ഇതിലെങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താമെന്ന നിർദ്ദേശം ഇവിടുന്ന് പോയില്ല. അപ്പം ആ നിലയിൽ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുകയും വിമർശനങ്ങളെ നമ്മൾ അത് പങ്കുവെക്കേണ്ട ഏരിയകളിൽ പങ്കുവെക്കുകയും അതിനെ പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇടപെടാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നടേ സാർ, ഇതിനൊരു കുറച്ചുകൂടി രാഷ്ട്രീയമായ രീതിയിലേക്കാണ് അതിൻ്റെ വ്യാഖ്യാനത്തെ കൊണ്ടുപോകാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും എനിക്ക് KT കുഞ്ഞിക്കണ്ണനാണ് ഇതിന് സംസാരിക്കാൻ നല്ലതെന്ന് തോന്നുന്നു. PM ശ്രീ പദ്ധതി ഏറെ ചർച്ച ചെയ്തൊരു സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ നിന്ന് ആരംഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം അക്കാദമിക് സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകളെ പരിമിതപ്പെടുത്തുന്നുണ്ടോ എന്നാണ്. അക്കാദമിക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തിൻ്റെയും ജനാധിപത്യപരമായ വിപുലനത്തിൻ്റെ വികാസത്തിൻ്റെ മുന്നുപാധിയാണ്. എന്ന് പറഞ്ഞാൽ അക്കാദമികമായ ഒരിടപെടൽ എന്ന് പറയുന്നത് ഒരാധുനിക രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ശാസ്ത്രബോധവും യുക്തിബോധവും ശരിയായ ചരിത്രബോധവും തലമുറകളിലേക്ക് പകരുക എന്നാണ്. അതിനാണ് ആധുനിക കാലത്ത് റൂസോ തൊട്ടുള്ള ചിന്തകന്മാർ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് കണ്ടത്. അത് പൈതൃക പഠനത്തിൻ്റെ, നടേശന്മാർ ക്ഷമിക്കണം, അദ്ദേഹം ഇവിടെ ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ രേഖ എന്താണ്, പൈതൃക പഠനത്തിൻ്റെയും പാരമ്പര്യ പഠനത്തിൻ്റെയും വളരെ പരിമിതവും അങ്ങേയറ്റം പ്രാചീനമായ എല്ലാവിധ ആധുനികമായ ചിന്താമൂല്യങ്ങളെയും നിരാകരിക്കുന്ന
ഒരു കൂരിരുട്ടിലേക്ക്, അജ്ഞതയിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ 2020 ഈ വിദ്യാഭ്യാസ നയം NEP എന്ന രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അവിടെ ചർച്ച ചെയ്യാൻ അവസരം കൊടുത്തോ? കോവിഡിൻ്റെ ഒരു മഹാമാരിയുടെ പ്രതിസന്ധി നിർഭരമായ എങ്ങനെ നമ്മളൊക്കെ രക്ഷപ്പെടുമെന്ന് നാം ഒക്കെ അരക്ഷിതരായി ചിന്തിക്കുന്ന ഒരു കാലത്ത് പാർലമെന്റിന്റെ പ്രാഥമികമായ ഒരു നയരൂപീകരണത്തിൽ, ഒരു നിയമനിർമ്മാണത്തിൽ പാലിക്കേണ്ട ഒരു നടപടിക്രമവും ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ നയരേഖ വിധേയമായിട്ടില്ല. എവിടെ ചർച്ച ചെയ്തു? ആര് ചർച്ച ചെയ്തു? ഇപ്പം മാഷ് ഇവിടെ പറയുന്നത് സംസ്ഥാനങ്ങളോട് ഇക്കാര്യത്തിൽ പ്രപ്പോസൽ ചോദിച്ചിരുന്നു, കേരളത്തിൻ്റെ പ്രപ്പോസൽ ക്രിയേറ്റീവ് ആയിരുന്നില്ല എന്നാണ്. അതാണോ? ഇന്ത്യൻ പാർലമെന്റാണ്, പാർലമെന്റ് ഇരുസഭകളുമാണ് രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ വിദ്യാഭ്യാസം പോലുള്ള ഒരു മേഖലയിലെ നയപരമായ തീരുമാനത്തിന് അംഗീകാരം കൊടുക്കേണ്ടത്. ആ അംഗീകരണ പ്രക്രിയ എന്ന് പറയുന്നത് പാർലമെന്റിലെ ഇരുമണ്ഡലങ്ങളിലെയും ഈ രേഖയെ സംബന്ധിച്ച സമ്പൂർണമായ വിശകലനമാണ്, ചർച്ചയാണ്. അതിൽ ക്ലാരിറ്റി വരുന്നില്ലെങ്കിൽ അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടും. അത്തരം ഒരു പ്രക്രിയക്കും വിധേയമാക്കാതെ വളരെ ഏകാധിപത്യപരമായിട്ട് ഇത് അംഗീകരിക്കുകയും പ്രസിഡന്റിനെ കൊണ്ട് തിടുക്കപ്പെട്ട് ഒപ്പിടുവിക്കുകയും ചെയ്ത ഒരു രേഖയാണ്. എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം? അത് നമ്മൾ പരിശോധിക്കണം. 2014 ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് ഭരണാധികാരത്തിലേക്ക് വരുന്നത്. ആ ഭരണാധികാരത്തിലേക്ക് വന്ന ഉടനെ ആദ്യം തന്നെ ഇന്ത്യയിലെ പട്ടിണി പരിഹരിക്കും, നിരക്ഷര പരിഹരിക്കും എന്നൊരു പ്രഖ്യാപനമേ ഉണ്ടായില്ല. ഇന്നും ഇന്ത്യൻ ബജറ്റിൽ ഈ വിദ്യാഭ്യാസ മേഖലക്കുള്ള നീക്കിയിരിപ്പ് നോക്കിയാൽ മതി. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ, ഒരു പക്ഷേ സബ് സഹാറൻ രാജ്യങ്ങൾക്ക് തുല്യമായ വിദ്യാഭ്യാസ വിഹിതം ബജറ്റിൽ നീക്കി വെക്കുന്നതാണ്. നമ്മുടെ കാഴ്ചപ്പാടൊക്കെ അനുസരിച്ച് നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ GDP-യുടെ 6% നീക്കി വെക്കണമെന്നാണ്. ഇപ്പോഴും ഇന്ത്യ ലോക നിലവാരത്തിൽ അത് 6.3 ഇന്ത്യയുടെ എന്താണ് 3.6% ഇപ്പോഴും. ജയദീപ് ഘോഷിൻ്റെ പുതിയ കണക്ക്, നമ്മുടെ ഫ്രണ്ട് ലൈനിൽ വന്ന കണക്ക് 3.6% എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ വിഭവങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ 60,000 പള്ളിക്കൂടങ്ങളാണ് 2020, 21, 22 കാലഘട്ടങ്ങളിൽ അടച്ചുപൂട്ടിയത്. സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ വേറെയും. ഇതിന് പകരം എന്താണ്? സ്വാശ്രയ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളാണ് നിരവധിയായി തുറന്നത്. എന്ന് പറഞ്ഞാൽ ഈ നയരേഖ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രിക വൽക്കരണത്തിന് വേണ്ടിയുള്ള ചില ഞൊട്ടുവിദ്യകളല്ലാതെ അതിനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിപാടിയോ അതിനുവേണ്ടി വിഭവങ്ങൾ നീക്കി വെക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയില്ലെന്ന് മാത്രമല്ല, ഈ നയരേഖ രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം സർക്കാർ സ്കൂളുകൾ പൂട്ടിപ്പോവുകയാണ്. പകരം സെൽഫ് ഫൈനാൻസിങ്ങും സ്വകാര്യവുമായിട്ടുള്ള വിദ്യാലയങ്ങൾ തുറക്കുന്ന അവസ്ഥയാണുള്ളത്. എന്ന് പറഞ്ഞാൽ പണം കൊടുത്തു മാത്രം പഠിക്കാൻ കഴിയുന്ന ആളുകൾ പഠിച്ചാൽ മതി എന്നാണ് ഈ നയരേഖയുടെ അടിസ്ഥാനപരമായ വർഗവീക്ഷണം. അതാണ് അതിൻ്റെ വർഗവീക്ഷണം. അതിലപ്പുറത്തേക്ക് പോയാൽ ഇതിൻ്റെ പ്രത്യയശാസ്ത്ര പ്രബോധന ദൗത്യം എന്താണ്? ഈ വിദ്യാഭ്യാസ രേഖയുടെ അത് ദീനനാഥ് ബത്ര തന്നെ ഈ നയരേഖ വിശദീകരിച്ചു കൊണ്ട് എഴുതിയിട്ടുണ്ട്. ദീനനാഥ് ബത്ര ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല. RSSൻ്റെ പ്രത്യയശാസ്ത്രകാരനാണ്. നാഗപ്പൂരിലെ RSSൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമിതിയുടെ അധ്യക്ഷനാണ് മിസ്റ്റർ ദീനനാഥ് ബത്ര. ദീനനാഥ് ബത്ര എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യനൈസേഷൻ. പക്ഷേ കോഴിക്കോടിൻ്റെ കൾച്ചറാണ്, പാരമ്പര്യമാണ്, കേരളത്തിൻ്റെ പാരമ്പര്യം, സംസ്കാരം കേരളത്തിൻ്റെതാണ്, ഇന്ത്യയുടെ എന്നൊക്കെ. അതൊക്കെ എന്താണ്? ഭാഷാപരമായ ലീലകൾ മാത്രമാണ് മാഷേ. അത്തരത്തിലുള്ള ഭാഷാപരമായ ലീലകൾ കൊണ്ടും രൂപകങ്ങൾ കൊണ്ടും മറികടക്കാവുന്ന പ്രതിസന്ധിയല്ല നമ്മുടെ രാജ്യവും ജനതയും നേരിടുന്നത്. എന്താണ് ഈ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞിരിക്കുന്നത്? ഈ വിദ്യാഭ്യാസ രേഖ കൃത്യമായി മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യനൈസേഷൻ്റെ പേരിൽ ഹിന്ദുത്വവൽക്കരണമാണ്, ഹിന്ദുവൽക്കരണമാണ്. ഈ രേഖ വളരെ ആവേശപൂർവ്വം അതിൻ്റെ ആമുഖത്തിൽ എന്താണ് പറയുന്നത്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ കോളനിവൽക്കരണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ മെക്കാളുമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, എനിക്കും ആലോചിക്കും, ഇവിടെ ജയപ്രകാശിനും അതേപോലെ തന്നെ ഷെരീഫ് മാഷക്കൊക്കെ എന്താണ് ഈ മെക്കാളോ വിദ്യാഭ്യാസത്തോട് വിയോജിപ്പുണ്ട്. പക്ഷെ മെക്കാളോവിനെ ഈ രേഖ എതിർക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയോ? ആധുനികത, ശാസ്ത്രം, സാർവദേശീയ ഭാഷയായ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇതിൻ്റെ പേരിലാണ്. ഇന്ത്യനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വവൽക്കരണമാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്?
ഞാൻ സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ല, ഇവരൊക്കെ സർവകലാശാലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഗവേഷണ വിഷയങ്ങളൊക്കെ എന്താ സംഭവിക്കുന്നത്? സയൻസിൻ്റെ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? മിത്തും ഐതിഹ്യങ്ങളുമൊക്കെ ചരിത്രവും ശാസ്ത്രവുമായി വ്യാഖ്യാനിക്കപ്പെടുന്ന അത്തരം സബ്ജക്റ്റുകൾ സർവകലാശാലകളിലേക്ക് വരികയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വളരെ നേരത്തെ തന്നെ എന്താണ്, മുരളി മനോഹർ ജോഷി ഇന്ത്യയുടെ മാനവവിഭവശേഷി മന്ത്രിയായിരിക്കുന്ന കാലത്താണ് മന്ത്രവാദത്തിന് ഒരു ചെയർ വന്നത്. മന്ത്രവാദം, ജ്യോതിഷം ഒരു ശാസ്ത്രമാണോ എന്ന ചോദ്യം എല്ലാ കാലത്തും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ജ്യോതിശാസ്ത്രമല്ല ജ്യോതിഷം. ഈ പ്രപഞ്ചത്തിലില്ലാത്ത ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഇതിനെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള അങ്ങേയറ്റം അശാസ്ത്രീയവും അസംബന്ധപൂർവമായ രാശിചക്രങ്ങളെയും ഗണിതക്രിയകളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രാകൃത വിചാര ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. വിധിവിശ്വാസത്തിൽ അധിഷ്ഠിതമായ, ശകുനങ്ങളിൽ അധിഷ്ഠിതമായ, പ്രവചന വിദ്യകളിൽ അധിഷ്ഠിതമായ അങ്ങേയറ്റം ശാസ്ത്രവിരുദ്ധമായ ഒന്നാണ്. ഇന്ത്യയിൽ ശാസ്ത്രത്തിൻ്റെ പേരിൽ ഇപ്പം എന്താണ്, ജ്യോതിഷമാണ് പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ വിദ്യാഭ്യാസ രേഖ ഒരു കാര്യം പറയുന്നുണ്ട്, പ്രധാന ഭാഷയായിട്ട് സംസ്കൃതം പ്രൊമോട്ട് ചെയ്യണം. ഒരു ഭാഷ എന്ന നിലക്ക് സംസ്കൃതത്തോട് നമുക്കാർക്കും വിയോജിപ്പില്ല. പക്ഷേ ഇന്ത്യയുടെ സംസ്കൃത പാരമ്പര്യം എന്ന് പറയുന്നത് ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ശുദ്ധാശുദ്ധങ്ങളുടേതായ ഒരു ധർമ്മശാസ്ത്രത്തെ പ്രോജ്വലിപ്പിച്ചെടുത്ത വളരെ പ്രതിലോമപരമായ ഒന്നാണ് ഇന്ത്യയുടെ സംസ്കൃത പാരമ്പര്യം എന്ന് പറയുന്നത്. അത് യാഗവിദ്യകളിൽ, യജ്ഞസൂത്രങ്ങളിൽ ശ്രുതികളുടെയും സ്മൃതികളുടെയും ഒക്കെ തന്നെ ഒരു പാരമ്പര്യത്തെയാണ് സംസ്കൃത പാരമ്പര്യം എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ എത്ര പേർ മാഷെ സംസ്കൃതം സംസാരിക്കുന്നവരുണ്ട്, സംസ്കൃതം അറിയാവുന്നവരുണ്ട്? ഔദ്യോഗിക കണക്കനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് 25,000 ഇന്ത്യക്കാർക്ക് മാത്രമാണ് സംസ്കൃതം അറിയാവുന്നത്. അത് അവർ പലരും ഈ മാഷന്മാരൊക്കെ ആയിരിക്കും. സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടി ലാംഗ്വേജ് പഠിച്ച് ഉറുദു പഠിക്കാൻ പോകുന്ന ആളുകൾ, അറബി പഠിക്കാൻ പോകുന്നവരൊക്കെയാണ്. പക്ഷെ ഒരു വ്യവഹാര ഭാഷ എന്ന നിലക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കൊടുക്കൽ വാങ്ങങ്ങൾക്ക്, വിനിമയ ബന്ധങ്ങൾക്ക് സംസ്കൃതം എത്രത്തോളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്? എന്നാൽ സംസ്കൃതത്തെ മുഖ്യ ഭാഷയാക്കി കൊണ്ടുവരാനുള്ള, പ്രധാന ഭാഷയാക്കി കൊണ്ടുവരാനുള്ള നിർദ്ദേശമാണ് ഈ നയരേഖ മുന്നോട്ട് വെക്കുന്നത്. അതിലും അപ്പുറത്ത് എന്താണ്, ഇംഗ്ലീഷ് അല്ല. ഇപ്പോൾ CBSE കുട്ടികൾ എന്താണ്, അവരുടെ പാഠപുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷല്ല ഹിന്ദിയിലാക്കും. എന്നിട്ട് എന്താണ്, അതാത് സംസ്ഥാനങ്ങളിലെ ആളുകൾ അത് ഇംഗ്ലീഷിലായിക്കോട്ടെ എന്നാണ് നിർദ്ദേശം. 2002, 2003 മുതൽ നമ്മുടെ രാജ്യത്ത് NCERT പാഠപുസ്തകങ്ങൾ വരുന്ന മാറ്റം, നമ്മുടെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് എത്ര തെറ്റായ വ്യാഖ്യാനങ്ങളാണ്, ഇൻ്റർപ്രറ്റേഷൻസ് ആണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ജാതി വ്യവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം, ചാതുർവർണ്ണ്യം ആണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. ഇവിടുത്തെ ഫ്യൂഡൽ വൈദികാധികാരവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ജാതി വ്യവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ജാതി വ്യവസ്ഥയൊക്കെ എന്താണ്, മുഗളർ ഇവിടെ വന്നപ്പോൾ അവർക്കിഷ്ടം പോലെ പശുമാംസം കഴിക്കണം, ഗോമാംസം. അപ്പം എന്താണ്, അവർ ഈ പശുക്കളുടെ തൊലി പൊളിക്കുന്ന, ഇറച്ചി ശരിപ്പെടുത്തുന്ന പണിക്ക്, ചർമ്മകർമ്മ ജോലിക്ക് വേണ്ടി എന്താണ് ഇന്ത്യക്കാരായ ഹിന്ദുക്കൾ ഉപയോഗിച്ചു. ആ ഹിന്ദുക്കളെല്ലാം എന്താണെന്നാണ് പറയുന്നത്, ആ ഹിന്ദുക്കളെല്ലാം നമ്മുടെ സംസ്കാരത്തിന് അനഭിമതരാണ്. ഈ പശുവിനെ തൊലി പൊളിക്കുന്ന ആളുകൾ പശുവിനെ അമ്മയായും പശുവിനെ ദൈവമായും കാണുന്നവരാണ് നമ്മൾ. അപ്പോൾ അവര് അസ്പൃശ്യരാണ്. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയുണ്ടാക്കിയ ഈ ഭൂമുഖത്ത് മറ്റൊരു മനുഷ്യ സമൂഹത്തിനകത്തുമില്ലാത്ത അസ്പൃശ്യതയുടെ, അൺടച്ചബിലിറ്റിയുടെ ഉത്തരവാദികൾ മുഗള ഭരണക്കാരാണ്, മാംസഭോജികളാണ് എന്ന സിദ്ധാന്തം പഠിപ്പിക്കുകയാണ്. സുരേഷ് സോണിയെ പോലുള്ള ആളുകളുടെ കൃതികൾ, രചനകൾ ഔദ്യോഗിക പാഠ്യപദ്ധതികളിലേക്ക് വരികയാണ്. ഇത് വളരെ അപകടകരമായ ഒന്നാണ്. അതുകൊണ്ട് ഈ ചർച്ചയുടെ ആമുഖമായിട്ട് ഇത് പ്രത്യയശാസ്ത്ര അടിസ്ഥാനത്തെ അതിശക്തമായി എതിർക്കാതെ ഇന്ത്യൻ ജനത ഇന്ന് വരെ നേടിയിട്ടുള്ള ആധുനിക മൂല്യയുടെ മൗലാന അബ്ദുൽ കലാം ആസാദാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി. ഡോക്ടർ S. രാധാകൃഷ്ണനാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങളെ, പദ്ധതികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച വിഖ്യാതമായ ഇന്ത്യയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ. അവരൊക്കെ മുന്നോട്ട് വെച്ച ഒരു ആധുനിക ഇന്ത്യ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, ബോധനശാസ്ത്രപരമായ നിർദ്ദേശങ്ങൾ, അതിനെയെല്ലാം നിരാകരിക്കുന്ന കോളനിവൽക്കരണത്തെ, കൊളോണിയൽ വിദ്യാഭ്യാസത്തെ അപകോളനീവൽക്കരിക്കുന്നു എന്ന പേരിൽ ഹിന്ദുത്വത്തെ പ്രധാനമായ ഒരു പ്രബോധന വിഷയമാക്കുകയാണ്. എല്ലാം ചരിത്രത്തിൻ്റെ മാത്രമല്ല, മറ്റ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ വിഷയങ്ങളിൽ പോലും എന്താണ്, ഹിന്ദുത്വത്തെ, പ്രാചീന സംസ്കൃതിയെ, സംസ്കൃത പാരമ്പര്യത്തെ പുനരാനയിക്കുന്നതാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം. അത് വളരെ അപകടകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് സൂചിപ്പിച്ചു പോകാം. ഈ വിദ്യാഭ്യാസ നയം കേരളം ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ ഒപ്പുവെക്കാതിരിക്കുന്ന ഈ വിദ്യാഭ്യാസ രേഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം,
ഇപ്പോൾ വിദ്യാഭ്യാസ സമവർത്തി പട്ടികയിലാണ്, കൺകറന്റ് ലിസ്റ്റിലാണ്. എന്നാൽ സംസ്ഥാനങ്ങളുടെ ഒരു അവകാശവും അത് അംഗീകരിക്കുന്നില്ല. ഫെഡറലിസത്തെ നിരാകരിക്കുന്നതാണ്. അക്കാദമി സ്വാതന്ത്ര്യത്തെ എന്ന പോലെ തന്നെ ഇന്ത്യയുടെ ഫെഡറലിസത്തെ നിഷേധിക്കുന്നതുമാണ് വിദ്യാഭ്യാസ നയം. കേരളം അതിൽ ഒപ്പിടാത്തത് കൊണ്ട് മാഷേ എന്താണ് കേന്ദ്ര സർക്കാർ പറയുന്നത്? നിങ്ങളിതിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഫണ്ടുകൾ നൽകില്ല. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള SSK ഫണ്ടിൽ കേരളത്തിന് 781 കോടി റുപ്യ ഇപ്പോഴും കേന്ദ്രം തരുന്നില്ല. അപ്പം എന്താണ് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട മറ്റേ PM ശ്രീ ഉണ്ടല്ലേ, അതിലൊപ്പിടും. PM ശ്രീയിൽ ഒപ്പിടാൻ പാടില്ലെന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വ്യക്തമായ നിലപാട്. ഭരണപരമായ ഒരു നീക്കുവെക്കിൻ്റെ പേരിൽ സറണ്ടർ വേണ്ടെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ PM ശ്രീ എന്താ പറയുന്നത്? PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ മോഡിയുടെ ചിത്രം വെക്കണം എന്നുള്ളത് മാത്രമല്ലോ, അത് PMA വൈക്കും വെക്കണം. മോഡിയുടെ ചിത്രം വെക്കണം, അത് മാത്രമല്ല പ്രശ്നം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന NCERT ആവിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങൾ സംസ്ഥാനങ്ങളിൽ ഈ PM ശ്രീ സ്കൂളുകൾ പഠിപ്പിക്കണമെന്നാണ്. അതിനോട് പ്രത്യയശാസ്ത്രപരമായി നയപരമായി യോജിച്ചു പോകാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. അതുകൊണ്ട് അതിൽ ഒപ്പിടുന്ന പ്രശ്നവും ഇല്ല. തീർച്ചയായും സദസ്സിനുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയും ഇതിൻ്റെ മറുപടിയും പറയാനുള്ളതായിരിക്കുന്ന അവസരം വേണം. അതിനു മുൻപേ സ്കൂൾ എഡ്യൂക്കേഷനെ എങ്ങനെയാണ് NEP അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ അക്കാദമിക് സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് NEP ഇടപെടുന്നത് എന്നതിനെക്കുറിച്ച് SCERT ഡയറക്ടർ കൂടിയായ ജയപ്രകാശ് സാർ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, വിശദമായിട്ട് തന്നെ വിഷയം അധികരിച്ചിട്ടുള്ള 3 പാനലിസ്റ്റുകളും ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു. എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇത്രമേൽ രാഷ്ട്രീയവൽക്കരിച്ചിട്ടുള്ള ഒരു നയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് നമ്മൾ മറ്റ് നയങ്ങളുമായി അതിൻ്റെ പേജസുമായിട്ട് വേണമെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ കേവലം 66 പേജ് മാത്രമുള്ള ഒരു ഡോക്യുമെൻ്റാണ്. എല്ലാവർക്കും വേഗം വായിക്കാൻ പറ്റും. ഓരോ വരിയിലും വായിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ കോരിത്തരിച്ചു പോകുന്ന വളരെ ആവേശകരമായിട്ടുള്ള ഭാഷയും സെൻറ്റൻസുകളും ഒക്കെ നമുക്കതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് വായിക്കുന്ന ഒരു വായനക്കാരനും ഇതിലെന്താണ് പ്രശ്നം എന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. അത്രയും ബ്രില്യൻ്റ് ആയിട്ട് എഴുതപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണത്. അതുകൊണ്ട് ആ രീതിയിൽ വേണമെങ്കിൽ അതിനെ നമുക്ക് ആ ഒരു അഭിനന്ദനം അവർക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ വളരെ വളരെ മനോഹരമായി എഴുതി വെച്ചിട്ടുള്ള ഒരു വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: This education policy envisions Indian education system that is deeply rooted in Indian ethos എന്നാണ്. ഇന്ത്യൻ എത്തോസ് എന്നുള്ളത് എവിടെയും ഡിഫൈൻ ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് എന്തുമാവാം. അപ്പോൾ പിൽക്കാലത്താണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും അവർക്ക് താല്പര്യമില്ലാത്തതിനെയൊക്കെ വെട്ടിമാറ്റുന്നത് എന്തൊക്കെയോ ആണ് എന്നുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളം എതിർക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം കേരളത്തിൻ്റെ മതേതരത്വമായ സൊസൈറ്റിക്ക് ചേർന്നതല്ല എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്, ആ നയം കേരളത്തിൻ്റെ അത്രത്തോളം വളർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതാണ് അതിൻ്റെ കാര്യം. അത് വായിക്കുമ്പോഴേ മനസ്സിലാവും. അതിൻ്റെ 2ാമത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നു, ഈ നയത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് 2030 ഇന്ത്യയിലുള്ള മുഴുവൻ കുട്ടികളെയും വിദ്യാലയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ നയത്തിൻ്റെ ലക്ഷ്യമെന്നാണ്. കേരളം 25 കൊല്ലം മുമ്പ് നേടിയ കാര്യമാണിത്. എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്? 30 വരെ വെയിറ്റ് ചെയ്യണോ? നമ്മളെ അതിൻ്റെ അകത്തെ 2ാമത്തെ പേജിലെ ഒരു 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഡ്രോപ്പ് ഔട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴും അവർ നയം തന്നെ പറയുന്നു 2.36 കോടി കുട്ടികൾ ഇപ്പോഴും ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വെളിയിലാണ് എന്നുള്ളത്. കേരളത്തിൽ എത്രയാണ് ഡ്രോപ്പ് ഔട്ട് എന്നറിയോ? 0. ഒരു കുട്ടിയും ഡ്രോപ്പ് ഔട്ടില്ല. സ്കൂളിന് വെളിയിലുള്ള ഒരു കുട്ടിയുമില്ല. എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് എത്തുന്ന 5 വയസ്സ് തികയും സ്കൂളിലേക്ക് എത്തുന്ന ഇന്ത്യയിലുള്ള ഏക സംസ്ഥാനം കേരളമാണ്. വേറൊരു തലത്തിൽ അവർ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. 2035 ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ GER ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്നുള്ളത് നമ്മൾ 50% ഉയർത്തും എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ GER എത്രയാണെന്നറിയോ? 41.7 ആണ്. നമ്മളെന്തിനാണ് 35 വരെ കാത്തു നിൽക്കുന്നത് 50% ആക്കാൻ? ഒരു 5 വർഷം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 50% ആവും. മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും പോയി പഠിക്കുന്ന മലയാളികളുടെ എണ്ണം ആ GER ഉൾപ്പെട്ടാൽ ഇപ്പോൾ തന്നെ നമ്മൾ 60%-ലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് കേരളം നേടിയെടുത്ത വിദ്യാഭ്യാസ നേട്ടങ്ങളുടെ അത്രയും വളർന്നിട്ടില്ല എന്നുള്ളത് കൂടി കൊണ്ടാണ് കേരളം അതിനെ അംഗീകരിക്കാത്തത്. അത് അക്കാദമികമായിട്ട് വായിക്കുമ്പോഴാണ് നമുക്കതിനെ മനസ്സിലാവുക. എങ്ങനെയാണ് അക്കാദമിക സ്വാതന്ത്ര്യത്തിന് ഈ നയം അതിരുകൾ വെച്ചിരിക്കുന്നത് എന്നുള്ളത്
വളരെ ബ്രില്യൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സൂക്ഷ്മമായ വായനയിലൂടെയാണ് മനസ്സിലാക്കുക. എങ്ങനെയാണ് അക്കാദമിക സ്വാതന്ത്ര്യം ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വേൾഡ് അക്കാഡമിക് ഇൻഡെക്സ്, ഫ്രീഡം അക്കാഡമിക് ഇൻഡെക്സ് നമുക്കിപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അതിൽ നോക്കിയാൽ മതി. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 0.38% കുറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. കുറഞ്ഞു വരികയാണ്. പ്ലൂറലിസം എന്നുള്ളതിനെ എതിർക്കുന്ന പാർട്ടികളാണ് ഇതിന് കാരണമെന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നത്. SIR എന്ന് പറയുന്ന നമ്മുടെ സ്കോളേഴ്സ് റിസ്ക് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നോക്കിയാലും ഇന്ത്യയിലെ അക്കാഡമിക് സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതിനെങ്ങനെയാണ് അവർ നിയന്ത്രിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേരത്തെ KT പറഞ്ഞതുപോലെ തന്നെയാണ്. അവരെങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല ഈ നയത്തെ നമ്മൾ എങ്ങനെയെങ്കിലും നടപ്പിലാക്കിയെടുക്കും എന്നുള്ള വാശി അവരെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ്റുകളായി, അങ്ങനെയൊക്കെ എനിക്ക് ഈ സ്ഥാനത്തിരുന്ന് പറയാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ ഉപയോഗിക്കുകയാണ് വാക്ക്. അങ്ങനെ ആളുകളായി പ്രവർത്തിക്കുന്ന ആളുകൾ, ഭരണഘടനാ പദവിയൊക്കെ തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയെടുത്തിയ നിയമത്തിൻ്റെ ഭാഗമായി ഒരാളെ നമ്മൾ വെക്കുകയാണ്. എന്തായിട്ട്? ചാൻസലറായിട്ട്. എവിടെ പോയി നമ്മൾ അക്കാദമിക് സ്വാതന്ത്ര്യം? ആ ചാൻസലറുടെ നോമിനികളായി നമ്മുടെ സർവകലാശാലകളിൽ മുഴുവനായിട്ടും വരുന്ന ആളുകൾ ആ സർവകലാശാലയെ നിയന്ത്രിക്കുകയാണ്. 949 നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആദ്യത്തെ ഒരു കമ്മീഷൻ വരുന്നത്. ആ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്നറിയോ? രാധാകൃഷ്ണനാണ്. നമ്മുടെ സർവകലാശാലകളെ അദ്ദേഹം ഡിഫൈൻ ചെയ്തത് തന്നെ നമ്മുടെ ഇന്റലക്ച്വൽ വൈബ്രൻസി ഉള്ള ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്നുള്ള പേര് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യൂണിവേഴ്സിറ്റി ഡെവലപ്മെന്റ് കമ്മീഷൻ അല്ല പേരിട്ടത്. എന്തുകൊണ്ടാണ്? രാധാകൃഷ്ണൻ പറഞ്ഞു, ഒരു സർവകലാശാലയെയും നിയന്ത്രിക്കാൻ ഈ കമ്മീഷൻ മുന്നോട്ട് വരരുത്, ഒരു ഭാവിയിൽ ഒരു കാലത്തും ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് ഫണ്ട് കൊടുക്കുന്ന ഒരു ഏജൻസിയായി. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വായിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 5 വരെ അതാ പറയുന്നത്. ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് അന്നത്തെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ ചെയ്ത കാര്യമാണ്. പക്ഷേ ആ UGC ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ സർവകലാശാലകളെയും അതിൻ്റെ കോഴ്സിനെയും അതിൻ്റെ സ്ട്രക്ചറേയും അതിൻ്റെ കണ്ടന്റിനെയും ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് വന്നാൽ എന്താ അവസ്ഥ? നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. നമ്മളെ കേരളത്തിൽ 597 പുസ്തകങ്ങൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് നമ്മൾ പരിഷ്കരിച്ചു. 597 പുസ്തകം പരിഷ്കരിച്ചു. ആ പുസ്തക രചയിതാക്കൾക്കിടയിൽ പോലും അക്കാദമികമായിട്ടുള്ള ചെറിയ ഭയം കടന്നുകൂടി എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ വ്യാപിക്കുന്ന അക്കാദമിക ഫ്രീഡത്തിൻ്റെ അതിൻ്റെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുന്നതിൻ്റെ ചില അംശങ്ങൾ കേരളത്തിലേക്കും എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. ഏത് പുസ്തകത്തിൽ ഏത് കവിത, ഏത് കഥ, ആരുടെ കഥ, ഏത് വാക്ക്, ഏത് സെന്റൻസ് ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ വലിയ ചർച്ചകളാണ് നിരന്തരം നടന്നിട്ടാണ് ഈ പറയുന്ന 597 ടൈറ്റിൽ ഉണ്ടാക്കിയത്. കേന്ദ്രത്തിൽ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ പുസ്തകങ്ങൾ വരുന്നു. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? അങ്ങനെ 2020 ശേഷം NCERTയുടെ പുസ്തകങ്ങളിൽ നിന്നും എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും കുറച്ച് കോവിഡിൻ്റെ മറവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ കേരളം പറഞ്ഞു, ഇന്ത്യയിൽ ഈ പറയുന്ന പുസ്തകങ്ങൾക്ക് ബദലായി അഡീഷണൽ പാഠപുസ്തകങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അക്കാദമിക ഫ്രീഡം ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞ ഇന്ത്യയിലുള്ള ഏക സംസ്ഥാനമാണ് കേരളം. വേറൊരു സംസ്ഥാനവും അത് ചെയ്തിട്ടില്ല. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലും ഹിസ്റ്ററിയിലും സോഷ്യോളജിയിലും ഇക്കണോമിക്സിലും അഡീഷണൽ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തി, ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയില്ലേ? മുഗൾ രാജവംശത്തെ മുഴുവൻ മുറിച്ചു മാറ്റിയപ്പോൾ നമ്മുടെ ഉൾപ്പെടുത്തി പറഞ്ഞു, കുട്ടികളോട് പഠിക്കാൻ പറഞ്ഞു. പൊളിറ്റിക്കൽ സയൻസിൽ നമ്മുടെ RSSന്റെ നിരോധനവും ബാബറി മസ്ജിദിന്റെ തളർച്ചയും ഗാന്ധിജിയുടെ വധവും എല്ലാം നീക്കിയപ്പോൾ നമ്മൾ അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇത് പഠിക്കണം എന്ന് പറഞ്ഞു. ആ ചരിത്ര വസ്തുതകളെ നിരാകരിക്കുന്നതിന് ഒട്ടും കൂട്ടുനിൽക്കാത്ത ഇന്ത്യയിലുള്ള ഏക സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് നയത്തിന്റെ ഭാഗമായി ഫണ്ടിനെ ഉപയോഗിച്ചുകൊണ്ട്, അതാണ് ഇപ്പം ചെയ്യുന്ന കാര്യം. നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിദ്യാഭ്യാസം എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റിലാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 60-40 അനുപാതത്തിലാണ് നടപ്പിലാക്കുമ്പോഴും ഈ 40% സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുക്കുന്ന സംസ്ഥാനങ്ങൾക്ക് 40% വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മളെ ആളുകൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 40% നമ്മുടെ ഖജനാവിൽ നിന്നുള്ള പണമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ. ആ 40% സ്വാതന്ത്ര്യത്തോടുകൂടി ആ റെഗുലേഷനിൽ ഇടപെടാനുള്ള, നിയമങ്ങളിലേക്ക് ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടേ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായ ചോദ്യം. അങ്ങനെ ഭരണകൂടത്തിൻ്റെ
അജ്ഞാനുവർത്തികളായി സംസ്ഥാനങ്ങളിൽ നിയമിക്കപ്പെട്ട ആളുകൾ വഴി യൂണിവേഴ്സിറ്റികളുടെ അക്കാഡമിക സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയും നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി വഴി ഫണ്ടിങ്ങിനെ നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ അക്കാദമിക സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെക്കുറിച്ച് വളരെ ചെറിയ ഒരു പോയിന്റ് മാത്രം ഞാൻ പറയാം. അന്നാമാണിയെക്കുറിച്ച് കേരളത്തിൽ എത്ര പേര് കേട്ടിട്ടുണ്ട്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ജാനകി അമ്മാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജാനകി അമ്മാൾ തലശ്ശേരിക്കാരിയാണ്. അന്നാമാണി വെദർ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇടുക്കിയിലെ പീരുമേടിൽ ജനിച്ച ആളാണ് അല്ലേ? അന്നാമാണിയെക്കുറിച്ചും ജാനകി അമ്മാളിനെക്കുറിച്ചും വിക്രം സാരാഭായിയെക്കുറിച്ചും ആര്യഭട്ടനെക്കുറിച്ചും എല്ലാം പഠിപ്പിക്കുന്ന നാടാണ് കേരളം. അത് തന്നെയാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ ഇന്ത്യയുടെ സംഭാവനയായി, ഇന്ത്യയുടെ ശാസ്ത്രജ്ഞരുടെ സംഭാവനയായി നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത്. അല്ലാതെ എവിടെയോ എഴുതി വെച്ച മിത്തിൻ്റെയും ചരിത്രത്തിൻ്റെ പുലബന്ധം പോലുമില്ലാത്ത ഒരു കെട്ടുകഥകളുടെയും പേരിൽ നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തെ കൂട്ടിക്കുഴക്കുന്ന ഒന്നായി ഇന്ത്യൻ നോളജ് സിസ്റ്റം മാറരുത് എന്നുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. സമയക്കുറവ് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. 9 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സദസ്സിലുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരമാണ് ഇനി. ഈ 4 പാനലുകളോടും ചോദിക്കണമെന്നാണ്. കാരണം 4 പാനലുകൾക്കും രണ്ടാമതൊന്നു കൂടി പറയാനുള്ള അവസരം കൊടുക്കാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. അടുത്ത പ്രോഗ്രാമിൻ്റെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. സാറ് ഡ്രോപ്പ് ഔട്ടിനെ പറ്റി പറഞ്ഞു. കേരളത്തിൽ 0% ആണ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞു. പക്ഷേ 2 കൊല്ലം മുമ്പുള്ള പത്രങ്ങളിൽ വയനാട്ടിലും ഇടുക്കിയിലും അതുപോലുള്ള ആദിവാസി മേഖലകളിൽ നിരവധി നൂറുകണക്കിന് കുട്ടികൾ വർഷങ്ങളായി കൊഴിഞ്ഞു പോക്കിന് വിധേയരായിട്ടുണ്ട്. ഒന്നാമത്തത്. രണ്ടാമത്, പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കാവ്യവൽക്കരണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ഈ കാവ്യവൽക്കരണം നടക്കുന്ന പതിറ്റാണ്ടുകളായിട്ടുണ്ട്. ഈ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നതിന് ശേഷം മാത്രമല്ല, വിദ്യാഭ്യാസം അധകൃതനും പാർശ്വവൽക്കരിക്കപ്പെട്ടതും നിഷേധിക്കപ്പെട്ട ഇഷ്ടംപോലെ സന്ദർഭങ്ങളും ചരിത്ര പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ചോദ്യമാണ് സാറേ, സുപ്രീം കോടതി ഈയിടെ പറയുകയുണ്ടായി ഇന്ത്യയിൽ വിദ്യാഭ്യാസം കച്ചവടമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. പണമുള്ളവന് വിദ്യാഭ്യാസം ലഭിക്കുകയും പാവപ്പെട്ടവൻ നിഷേധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾക്കൊന്ന് മറുപടി കിട്ടിയേക്കുള്ളൂ. കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യയിലെ ഏറ്റവും ഡ്രോപ്പ് ഔട്ട് കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അതിൽ അഭിമാനിക്കാൻ നമുക്ക് വകയുണ്ട്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ 2 ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നമ്മളുടെ അധിക ശ്രദ്ധ ആവശ്യമുള്ള 1-2 സ്ഥലങ്ങളാണ് നേരത്തെ സാറ് സൂചിപ്പിച്ചത്. അത് അഡ്മിറ്റ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. 2317 കുട്ടികൾ ഇതേപോലെ ടെമ്പററി ഡ്രോപ്പ് ഔട്ട് എന്നുള്ള പട്ടികയിലാണ്, പെർമനന്റ് ഡ്രോപ്പ് ഔട്ട് അല്ല. ആ രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് ഇപ്പം നടപ്പിലാക്കി വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികമാണ്. ഏത് മനുഷ്യനും ഏത് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്കും, ഞാൻ തന്നെ കാറ്റഗറി ഒന്നും പറയുന്നില്ല, എല്ലാ കുട്ടികൾക്കും ഏത് സമയം വന്ന് സ്കൂളിൽ പഠിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും കേരളത്തിലുണ്ട്. സ്കൂളുകൾ അധികമാണ്. ഇപ്പോൾ കുട്ടികൾ കുറഞ്ഞു വരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ ഡിക്രീസ് കൊണ്ട്. അടുത്ത ആൾക്ക് കൊടുക്കാം. സർ, എൻ്റെ പേര് അഖിൽ. ഇന്ത്യൻ വിദ്യാഭ്യാസ നയത്തിൽ UGC റെഗുലേഷൻ ആക്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടും ഇവിടുത്തെ നെറ്റ് അതുപോലെ PhD ചെയ്യുന്ന സബ്ജക്റ്റുകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ഇഷ്ടമുള്ള സബ്ജക്റ്റിനെ പറ്റി റിസർച്ച് സ്കോളേഴ്സിന് റിസർച്ച് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ UGCയുടെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം റിസർച്ച് സ്കോളേഴ്സിനെ പോലും അവർ പറയുന്ന സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഗൈഡുകൾ തീരുമാനിച്ചു കൊടുക്കുന്ന നിശ്ചിതമായ ഒരു കണ്ടന്റിനെ കുറിച്ച് മാത്രം റിസർച്ച് ചെയ്യാനാണ് ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. അതിനെതിരെയാണ് നമ്മൾ ഈ കേരളം പോലുള്ള പുരോഗമനപരമായി ചിന്തിക്കുന്ന സംസ്ഥാനങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലേക്ക് കടന്നു കയറുന്നത്, അതിന് കാവ്യവൽക്കരണം ഒരു നിജമായ ഒരു അജണ്ടയ്ക്ക് അനുസൃതമായി വിദ്യാഭ്യാസത്തിനെ മാറ്റുന്നതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നാഷണൽ റിസർച്ച് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ദേശീയ തലത്തിലുണ്ട്. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഡെവലപ്മെൻറ്റ് ഓഫ് ദ നാഷൻ. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനുഗുണമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. ഈ ഒരാളുടെ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് ഇങ്ങനെ ആയിരിക്കണമെന്ന് ഏതെങ്കിലും ഡോക്യുമെൻറ്റിൽ പറയുന്നുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെയില്ല. ഇന്ന് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് വിദ്യാർത്ഥിക്കാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗൈഡിന് മാത്രമാണ് ഉത്തരവാദിത്വം. അത് വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രശ്നമല്ലത്. അത് ഇവിടെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുമുണ്ട്. ഞാനത് കുറച്ചുകൂടി പച്ചക്ക് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഗൈഡിൻ്റെ ഇംഗീതത്തിനനുസരിച്ച് നടന്നില്ല എങ്കിൽ PhD എടുത്ത് പുറത്തേക്ക് പോവില്ല. ശരിയല്ലേ? ഇത് നിലവിലുള്ള കേരള ഗവൺമെൻറ് പാസ്സാക്കിയതാണോ? അങ്ങനെ അല്ല. പറഞ്ഞു വരുന്നത്, അധ്യാപകൻ്റെ വൈകൃതത്തെ ഒരു സർക്കാരിൻ്റെ തലയിലേക്ക് വെക്കരുത്.
ഒന്ന്. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ ഇല്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അത് ഒരു കാര്യം കൂടി പറയാം. അങ്ങനെ ഉണ്ട് എങ്കിൽ ഇവരെൻ്റെ നമ്പർ കിട്ടും. 2019 മുതൽ ഇതിലെ മാറ്റങ്ങൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം എഴുതുകയും ചർച്ചയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പ്ലീസ് അത് തരണം, ഞാൻ ഇടപെടാൻ എന്നുള്ള ഒരു വാഗ്ദാനം മാത്രമേ എനിക്ക് തരാൻ. 1 മിനിറ്റ് കൂടെ ഉള്ളൂ. എന്തായാലും അജയ് സാറിന് ഒരു ഈ ചോദ്യം ആ അർത്ഥത്തിലല്ലെങ്കിലും NEP ആയി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ റിസർച്ച് NRF ഇത് കൃത്യമായി ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങളുടെ ഗവേഷണ വിഷയങ്ങൾ കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണത്തിലായിരിക്കും. അത് ഗൈഡ് സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ കൃത്യമായി മുന്നോട്ട് വെക്കുന്ന കേന്ദ്രീകൃതമായിട്ടുള്ള അജണ്ടകൾ ഈ ഗവേഷണ വിഷയമായി വരും. ഏത് ഗവേഷണത്തിലാണ് നിങ്ങൾ ഗവേഷണം നടത്തേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഫണ്ടിങ് ഏജൻസീസാണ്. ഈ ഫണ്ടിങ് ഏജൻസീസിന് ഈ NRFുമായി ലൈസനായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും യൂണിവേഴ്സിറ്റികളുടെ ഇന്ന് നിലനിൽക്കുന്ന ഓട്ടോണോമി പൂർണ്ണമായി ഇല്ലാതാകും. തുടക്കത്തിൽ തന്നെ ജനാധിപത്യ കേന്ദ്രീകരണം ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയും ജനാധിപത്യ വിരുദ്ധമായി യൂണിവേഴ്സിറ്റികളുടെ ഓട്ടോണോമിയിൽ ഇടപെടുകയും, ഈ ഓട്ടോണോമിയിൽ ഇടപെടുന്നത് മാത്രമല്ല ഗവേഷണ ഗവേഷണത്തിൽ എന്ത് ഗവേഷണമാണ് നടത്തേണ്ടത് തീരുമാനിക്കുന്നത് കോർപ്പറേറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ചോദ്യം യഥാർത്ഥത്തിൽ ഗൈഡ് സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിൻ്റെ വിഷയം തീരുമാനിക്കുന്നതിലല്ല, മറിച്ച് നിങ്ങൾക്ക് റിസർച്ച് ഫണ്ടിങ് കിട്ടണമെങ്കിൽ കൃത്യമായും വിഷയം ഇന്ന് നിലനിൽക്കുന്ന നേരത്തെ പറഞ്ഞ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഏത് സ്കില്ലാണോ അല്ലെങ്കിൽ ഏത് മാർക്കറ്റുമായി എങ്ങനെയാണോ നിങ്ങളുടെ ഗവേഷണത്തെ ബന്ധപ്പെടുത്തുന്നത് എന്ന് പ്രഖ്യാപിക്കണം. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് സ്വതന്ത്രമായി മാനവിക വിഷയങ്ങളിലോ ശാസ്ത്ര വിഷയങ്ങളിലോ പഴയ കാലത്ത് ഗവേഷണം നടത്താമായിരുന്ന സ്ഥിതിയല്ല ഇന്നുള്ളത്. ഇത് കൃത്യമായും ഇന്ന് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. അക്കാദമിക് സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകളെ സമയത്തിൻ്റെ അതിരുകൾ കൊണ്ട് നിയന്ത്രിക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു. നമ്മളുടെ ഈ സെഷൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത് ചർച്ച ചെയ്ത KT കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ KN അജയ് കുമാർ, ഡോക്ടർ ജയപ്രകാശ് RK, ഡോക്ടർ NV നടേശൻ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.